സുഹൃത്തുക്കളെ, ഫ്ലോറിഡയിൽ നിന്നുള്ള ഹെലികോപ്റ്റർ യാത്രയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതാ നിങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. ഹെലികോപ്റ്റർ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പം ഫ്ലോറിഡയിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ആ ബുക്കിംഗ് അനുസരിച്ച് 6 പേര് അതിലേക്ക് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഓഫീസിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഗ്രീൻ കാർഡ്, any ID, driver's license. ഇവിടേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വരുമ്പോൾ നമ്മൾ അവർക്കൊരു എഗ്രിമെൻ്റ് എഴുതി കൊടുക്കണം. നമ്മൾ ആരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, അവരുടെ യാതൊരു ഉത്തരവാദിത്വവും ഈ ഹെലികോപ്റ്റർ കമ്പനി ഏറ്റെടുക്കുന്നതല്ല. അവർ സ്വയം താല്പര്യപ്പെട്ട് യാത്ര ചെയ്യുന്നതാണ്. എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം അവരോരാണ് എന്നുള്ളതിൻ്റെ ഒരു എഗ്രിമെൻ്റ് കൂടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാതൊരു വിധമായ ഗ്യാരണ്ടിയും നമുക്ക് ഈ യാത്രയിൽ ലഭിക്കുന്നതല്ല. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നു. കടന്നു വരുമ്പോൾ ഓഫീസുകളിൽ പലവിധമായ യാത്രകളെ, ഈ ഫ്ലൈറ്റ് യാത്രയിലെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനും എടുക്കാനും ഉണ്ട്. അതൊക്കെ വാങ്ങിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് There is a big orange at 192, Gaylord Palms Resort, Old Town, Fun Spot. Here is a theme park and come back. Okay, that's your route. Okay. 8 minutes, a short one. That one you don't fly over Disney Complex. Okay. If you want to do it, we have the option to upgrade. So if you want to extend 5 minutes more, from here you go over Disney Springs, Typhoon Lagoon, Hollywood Studios, the corner of Animal Kingdom, ESPN, Fun Spot, and come back. So just this route here. And then it's 75 extra per flight, not per person. It's per flight. It's going to be 3 and 3 separate flights. Okay. And then So it's a ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ ആദ്യം എടുത്തിരുന്നത് 8 മിനിറ്റ് കൊണ്ട് അധികം സമയമില്ല. ജസ്റ്റ് കറങ്ങി തിരിച്ചു വരുവാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 75 രൂപ പെർ ഫ്ലൈറ്റിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ 14 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ പറയുന്ന സ്ഥലങ്ങളെല്ലാം കറങ്ങി തിരിച്ചു വരാൻ പറ്റി. എല്ലാത്തിനും ഇവിടെ വരുമ്പോൾ ഒരു കച്ചവട മാതൃകയുണ്ടാവും. കയ്യിൽ കാശ് കരുതിക്കോണം. എന്ത് വേണേലും നമുക്ക് കാണുകയും എടുക്കുകയും ചെയ്യാം. പ്രത്യേകം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ യാത്രാ വിവരണങ്ങൾ ഇവിടെ അവർ കാണിച്ചു തന്നിരിക്കുന്നു. Headsets is like this one here. Wear the headsets, microphone close to your mouth, then you can hear each other. Okay. So please don't touch the doors. I do it for you. When you land, get out of the helicopter. You always go straight forward, ahead to the front. You never go to the back. Okay. We are going to put 2 passengers here in the back, 1 in the front. So I need to weigh you guys just to get the balance and then let you know who is going to sit in the front seat. Okay. The lightest one has to go in the front. front seat. Yeah, I need to check your weight. Okay. How much is the minimum? How much kg means pound you need to weight? It has to be 200 pounds maximum. 200 in the pounds. front. Oh, Yeah. okay, less than, no problem. Okay. അകത്ത് കയറി ഞങ്ങളെ ആവശ്യമായ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞു. അവർ കയറുമ്പോഴുള്ള വിവരങ്ങളൊക്കെ തന്നു. എങ്ങനെ ഇരിക്കണം, എങ്ങനെ എത്ര കിലോ പോകണം, എത്ര കിലോ ഉണ്ടായിരിക്കണം, അകത്ത് കയറി കഴിഞ്ഞ് അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല, അങ്ങനെ പലവിധമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി. ആ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചുകൊണ്ട് അകത്ത് കയറാനായിട്ട് ഇരിക്കുകയാണ്. ആദ്യത്തെ ഞങ്ങളുടെ ഒരു ബാച്ച് മുന്നോട്ട് കടന്നുപോയി. ഈ സമയങ്ങളൊക്കെ ഷോപ്പിനകത്ത് പലവിധമായ ഐറ്റംസുകൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കുകയും എടുക്കുകയും ചെയ്യാം. കൂടുതൽ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾ കണ്ട് അടുത്ത ഞങ്ങളുടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. തൊട്ടടുത്താണ്. ഓക്കെ. ഹെലികോപ്റ്റർ ഒരെണ്ണം വരുന്നു എന്നുള്ള ശബ്ദം കേട്ട് ഞങ്ങളെ അമ്മച്ചി ഹെലികോപ്റ്റർ വരുന്ന ഭാഗത്തേക്ക് ക്ലബ് കാറിൽ കൊണ്ടുപോയി. ആ സമയത്താണ് മനസ്സിലായത് അതല്ല ഞങ്ങളുടെ ഒരു ചുമന്ന ഫ്ലൈറ്റ് ആയിരുന്നു, ഹെലികോപ്റ്റർ ആയിരുന്നു, വേറെയാണ് ഞങ്ങളോട് സോറി പറഞ്ഞ്. ആ സമയം ഞങ്ങൾ അതിൻ്റെ വർക്ക്ഷോപ്പിൽ പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എനിക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാനും പറ്റി. നമ്മുടെ വർക്ക്ഷോപ്പ് പോലെ കൊച്ചു കളിപ്പാട്ടങ്ങൾ പോലെ കൂട്ടിയിട്ടിരിക്കുന്ന ആ ഹെലികോപ്റ്റർ കാണാൻ കഴിയും. അതുപോലെ നല്ലൊരു ഒരു അനുഭവമായിരിക്കും. ആ വർക്ക്ഷോപ്പിന് മുമ്പിൽ കാണുന്നതെല്ലാം യാത്ര ചെയ്യുന്ന
3 പേരെയും 4 പേരെയും വെച്ച് യാത്ര ചെയ്യുന്ന കൊച്ചു ഹെലികോപ്റ്റർ എല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുക, ധൈര്യത്തിൻ്റെ പുറത്ത് സ്വീകരിക്കുക, ജീവനെ പണയം വെച്ച യാത്രയാണ്. നല്ല രസമുണ്ടായിരിക്കും, അല്പസമയത്തേക്ക് നമുക്ക് ടെൻഷനും ഉണ്ടായിരിക്കും. എല്ലാം നമ്മൾ തന്നെ മുന്നോട്ട് പോകാനായി. ആ തുമ്പിയുടെ മുമ്പിലെ വാലും തുമ്പിയുടെ ചിറകും എല്ലാം ഇതിനുണ്ട്. തുമ്പിയാണ് ഇവർക്കെല്ലാം ഇൻസ്ട്രക്ഷൻ. അമ്മച്ചി പറഞ്ഞ് ഞങ്ങളെ എല്ലാം ഒന്ന് കണ്ട് കാണിപ്പിച്ചേക്കാൻ വിചാരിക്കുന്നു. താങ്ക് യു ആൻറ്റി. എൻ്റെ ഇതേപോലത്തെ ഒരു മാതൃക ഹെലികോപ്റ്റർ. ഇത് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഹൗ യു ഗെറ്റ് ദിസ് ഓൾസോ ഫ്ലൈ? It's for training. ട്രെയിനിങ് പർപ്പസ്. ഇത് ട്രെയിനിങ് ഹെലികോപ്റ്ററാണിത്. ഈ കാണുന്നതെല്ലാം ഫ്ലൈറ്റ് ട്രെയിനിങ് സെൻറ്ററുകളാണ്. ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാം. അതുകൊണ്ട് ഇത് വിൽക്കാനിട്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. You can put that red one. It's just a toy, like a toy. Yeah. Can you go there? Yeah, you can take picture. ഞങ്ങൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് കമ്പനിയുടെ പേരാണ്. ഇരുന്ന് കയറണം ഇതിനകത്ത്. ഇതൊരു ടോയിയാണ് അവർ വെച്ചിരിക്കുക. ഇതല്ല, എല്ലാ സൗകര്യങ്ങളും ടോയ് ഹെലികോപ്റ്ററാണ്. ഉണ്ടോ? അത് കയറിക്കളയല്ല, ജസ്റ്റ് ഒരു ടോയ് ആയിട്ട്. പിന്നെ പുറകെ സൈഡും ഉണ്ട്. ഞങ്ങൾക്ക് കയറേണ്ട ഹെലികോപ്റ്റർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ 3 സുഹൃത്തുക്കൾ ഇപ്പോൾ അതിൽ യാത്ര ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്. അവരുടെ മുഖഭാവമൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കാം. എന്താണ്, ഞങ്ങളെ വീണ്ടും ക്ലബ് കാറിൽ കയറിയിരുത്തി ഞങ്ങളുടെ സുഹൃത്തുക്കൾ 3 പേര് ഇറങ്ങി വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാം. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വന്നവരെ ഇപ്പോൾ ഇവർ വെളിയിൽ ഇറക്കും. അത് കഴിയുമ്പോൾ അവർ 3 പേര് ഇപ്പോൾ കണ്ട് യാത്ര കഴിഞ്ഞ് ഫ്ലോറിഡ ഹെലികോപ്റ്റർ ട്രിപ്പിൽ യാത്ര കഴിഞ്ഞതാ കടന്നു വരുന്നുണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒപ്പിയെടുക്കാം. താണ്ട വരുന്നു, അവരെ ഒന്ന് കാണാം. നിർത്തിയിട്ട് കഴിയുമ്പോൾ അമ്മച്ചി ഓടിച്ചെന്ന് വേണം ഡോറ് തുറക്കാൻ. അതുവരെ ചൂടടിച്ച് അതിനകത്ത് തന്നെ ഇരിക്കേണ്ടത്. കാരണം അവർ 2 പേരെ ഓരോ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അടുത്ത 2 പേരെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. നമ്മുടെ കൂടെ യാത്ര ഞങ്ങളുടെ വില്യംസും ദീപക്കും അങ്ങോട്ട് യാത്ര ചെയ്യുന്നു. ഞാനും കൂടെയുണ്ട്. ഞാൻ അവരോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഫ്രണ്ട് സീറ്റ് വേണമെന്ന്. എൻ്റെ തൂക്കമൊക്കെ നോക്കി കറക്റ്റാന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അവർ ഫ്രണ്ടിൽ എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ജീവിതം ഒപ്പിയെടുക്കാനായിട്ട് അവരുടെ സന്തോഷമുണ്ട്. ഞാൻ ഹെലികോപ്റ്ററിൽ കയറിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളെ 3 പേരെ നിർത്തി ഓരോ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളത് വില കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളൊക്കെ എക്സ്ട്രാ $40 കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയാണ്. ഞാൻ ഇതിനകത്ത് ആയിരിക്കുന്നത്. ഏത് കാര്യത്തിലും ഇവിടെ കച്ചവടം എന്ന ഒരു ചിന്തയോട് കൂടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ വന്നതിനാൽ ഒരേപോലെ കയറാൻ പറ്റാത്തതിനാൽ ഒരാളെ അപ്പുറത്തൂടെ കറക്കി കയറ്റി ഞാൻ ഫ്രണ്ടിൽ കയറി ഹെലികോപ്റ്ററിനകത്ത് കയറി. ഹെലികോപ്റ്റർ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തലയിൽ വെക്കാനായിട്ടൊരു ഹെഡ്ഫോൺ തരും. ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് അതിൽ കൂടെ ആയിരിക്കും ശബ്ദം കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളുടെ സംസാരങ്ങളെല്ലാം ക്യാപ്റ്റന് കേൾക്കുവാനും ഇതിലൂടെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായങ്ങളും പറയും. ഇതിനകത്ത് ഒത്തിരി വോയിസുകൾ കേൾക്കാം, എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെയാണെന്ന്. പക്ഷേ അതൊന്ന് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കേൾക്കാൻ മാത്രമുള്ള ശബ്ദത്തിലാണ് ഹെഡ്ഫോണിലൂടെ കേട്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ ഇറങ്ങി ഞങ്ങൾ കയറി. സീറ്റിട്ട് ബെൽറ്റ് തന്നു. ഞങ്ങൾ കയറി അകത്തിരുന്നു. ഞങ്ങളെ പൊങ്ങുവാനായിട്ട് ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ സ്പീഡിലേക്ക് മാറ്റുന്നത് ഞങ്ങൾ ഉയർന്നു പൊങ്ങാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും ആശംസകൾ. കൂടുതൽ ഇപ്പോൾ തന്നെ നമുക്ക് ആകാശ കാഴ്ചകൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഫ്ലോറിഡയിലെ 13 മിനിറ്റ് ആകാശ കാഴ്ചകൾ നമുക്ക് കാണാം.
Oh no. Oh, sorry. I thought that was yours. No problem. യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഹെലികോപ്റ്റർ യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സന്തോഷകരമായിട്ട്, വിജയകരമായിട്ട്. ഫ്ലോറിഡ ആകാശക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്.